നമസ്കാരം, ഞാൻ ഡോക്ടർ ബ്രിജേഷ്. സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. 5 ടോപ്പ് മൾട്ടിനാഷണൽ കമ്പനികളിലെ തൊഴിലവസരങ്ങളാണ് ഈ വീഡിയോയിൽ സൂചിപ്പിക്കുന്നത്. കൂടുതലും ഫ്രഷേഴ്സിനുള്ള അവസരങ്ങളാണ്. ഫ്രഷേഴ്സ് എന്ന് പറയുമ്പോൾ 2026 പാസ് ഔട്ട് ആവുന്നവർ മാത്രമല്ല, 24-ലും 25-ലും പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കും ചില എക്സ്പീരിയൻസ് ഉള്ളവർക്കൊക്കെയുള്ള അവസരങ്ങൾ സൂചിപ്പിക്കുന്നുണ്ട്. ഇതിൽ എല്ലാം ടോപ്പ് കമ്പനികളാണ്. IBM ഉണ്ട്, കോഗ്നിസന്റ് ഉണ്ട്, TCS ഉണ്ട്, L&T ഉണ്ട്. ഇതുകൂടാതെ റെഞ്ച് സൊല്യൂഷൻസ് എന്ന് പറഞ്ഞൊരു കമ്പനിയിലെ അവസരങ്ങളുണ്ട്. ഈ റെഞ്ചിന്റെ ഒക്കെ വലിയ പ്രവർത്തനങ്ങൾ നമ്മുടെ കേരളത്തിൽ തന്നെ കൊച്ചിയിൽ ഈ സ്പെഷ്യൽ എക്കണോമിക് സോണിലൊക്കെ നടക്കുന്നുണ്ട്. അപ്പൊ അങ്ങനെയുള്ള 5 കമ്പനികളിലെ തൊഴിലവസരങ്ങൾ നമുക്ക് മനസ്സിലാക്കാം. വീണ്ടും സ്വാഗതം കരിയർ പാത്വേയിലേക്ക്. ഇതാ നോക്കുക, ആദ്യം നമുക്ക് കോഗ്നിസന്റ് എന്ന് പറഞ്ഞ കമ്പനിയിലെ അവസരങ്ങൾ കണ്ട് ആരംഭിക്കാം. കോഗ്നിസന്റിന്റെ ഫ്രഷർ ഹയറിംഗ്, ഡിജിറ്റൽ വർക്ക് പ്ലേസ് പ്രാക്ടീസ് സർവീസ് ഡെസ്ക്, ഈ ഒരു തസ്തികയിലേക്ക് റോളിലേക്കാണ് ഹയറിംഗ് നടക്കുന്നത്. ഇത് ഫുൾ 3 ഇയർ ഫുൾ ടൈം ഡിഗ്രി കഴിഞ്ഞവർക്ക് അപേക്ഷിക്കാം. പ്രത്യേകിച്ച് BSc അങ്ങനത്തെ ഒക്കെയുള്ള അത് ഞാൻ സൂചിപ്പിക്കാം. 2025-ൽ പാസ് ഔട്ട് ആയിരുന്നുള്ളവർക്കും 26-ൽ പാസ് ഔട്ട് ആകുന്നവർക്കും ഒക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഓർക്കുക, ഇതിന് അപേക്ഷിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് 24-ാം തീയതി മെയ് എന്നാണ് സൂചിപ്പിക്കുന്നത്. 2:30 AM വരെ ആയിരിക്കും നിങ്ങൾക്ക് ഇതിന് അപ്ലൈ ചെയ്യുവാനായിട്ട് കഴിയുക. ജോബ് ഡിസ്ക്രിപ്ഷനിലേക്ക് വരാം. അതിന് മുമ്പായിട്ട് എലിജിബിലിറ്റി ആദ്യം ഒന്ന് സൂചിപ്പിക്കാം. 2025-ൽ പാസ് ഔട്ട് ആയിട്ടുള്ളവർ 26-ൽ പാസ് ഔട്ട് ആകാൻ പോകുന്ന എനി 3 ഇയർ അണ്ടർ ഗ്രാജുവേറ്റ് ഡിഗ്രി എന്നാണ് പറയുന്നത്. അപ്പം BCom, BA, BSc അല്ലെങ്കിൽ BCA, BBA, BVoc, BMS അങ്ങനെ ഏതെങ്കിലും 3 ഇയർ ഡിഗ്രി 26-ൽ കഴിഞ്ഞവരോ അല്ലെങ്കിൽ 25-ൽ കഴിഞ്ഞവർക്കോ ഒക്കെ അപേക്ഷിക്കുവാനായിട്ട് കഴിയും. ഇനി ജോലിയുടെ ഒരു ഡിസ്ക്രിപ്ഷൻ ഇവിടെ നൽകിയിട്ടുണ്ട്. സർവീസ് ഡെസ്ക് എന്നുള്ളതാണ് റോള്. അവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് എന്തൊക്കെയായിരിക്കും. യു വിൽ ബി റെസ്പോൺസിബിൾ ഫോർ പ്രൊവൈഡിങ് ടെക്നിക്കൽ സപ്പോർട്ട് ടു അവർ ക്ലയൻസ്, അതായത് കോഗ്നിസന്റിന്റെ ക്ലയൻസിന് വേണ്ട ടെക്നിക്കൽ സപ്പോർട്ടൊക്കെ കൊടുക്കുക, ഇൻക്ലൂഡിങ് ട്രബിൾ ഷൂട്ടിംഗ് ആൻഡ് റിസോൾവിങ് IT ഇഷ്യൂസ് എന്നുള്ളതാണ് സൂചിപ്പിക്കുന്നത്. ഇപ്പോൾ BComകാരൊക്കെ ഒരു പക്ഷേ IT പഠിച്ചു കാണത്തില്ല, എന്നാൽ അങ്ങനെയൊക്കെയുള്ളവർക്കുള്ള ട്രെയിനിങ് ഒക്കെ നൽകിയിട്ടായിരിക്കും ഇവരെ ജോലിയിലേക്ക് ഇടുക. കീ റെസ്പോൺസിബിലിറ്റി ഒക്കെ ഇവിടെ നൽകിയിട്ടുണ്ട്. താല്പര്യമുള്ളവർക്ക് അതൊക്കെ പരിശോധിക്കാവുന്നതാണ്. ഓർക്കുക, ഇതിന് സർവീസ് ബോണ്ട് ഒന്നുമില്ല. ഈ സമയത്ത് നിങ്ങൾക്ക് കമ്പനി ലീവ് ചെയ്യാമെന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് കോഗ്നിസന്റ് സ്പോൺസേഡ് ഹയർ എഡ്യൂക്കേഷൻ ഫ്രം ബിറ്റ്സ് പിലാനി. അതായത് നിങ്ങൾക്ക് PG പഠിക്കാനായിട്ടുള്ള കമ്പനി സ്പോൺസർഷിപ്പിൽ പഠിക്കുവാനുള്ള അവസരമൊക്കെ കമ്പനി ഒരുക്കുന്നുണ്ട്. നൈറ്റ് ഷിഫ്റ്റിൽ വർക്ക് ചെയ്താലുള്ള അലവൻസ് ലഭ്യമാകും. എലിജിബിലിറ്റി ക്രൈറ്റീരിയ ഒരിക്കൽ കൂടി സൂചിപ്പിക്കാം. 25-ലും 26-ലും 3 ഇയർ ഡിഗ്രി കഴിഞ്ഞൊക്കെ അപേക്ഷിക്കാം. ഫുൾ പോസ്റ്റ് ഗ്രാജുവേറ്റ് കോഴ്സുകൾക്ക് ഫുൾ ടൈം ആയിട്ട് പഠിക്കുന്നവരെ അപേക്ഷിക്കേണ്ടതില്ല എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. മിനിമം 50% മാർക്ക് 10th-ലും 12th-ലും ഡിപ്ലോമയൊക്കെ ഉണ്ടെങ്കിൽ അതിനും ഡിഗ്രിക്കും ഒക്കെ നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ 50% മാർക്ക് നിങ്ങളുടെ ഇപ്പോഴത്തെ ഫൈനൽ ഇയർ ഡിഗ്രിക്കും നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാവുന്നതാണ്. അപ്പം 3 ഇയർ ഡിഗ്രി 25-ലും 26-ലും കഴിഞ്ഞവർക്കുള്ള കോഗ്നിസന്റിലെ അവസരമാണ് ആദ്യം ഞാൻ സൂചിപ്പിച്ചത്. ഇനി മറ്റൊരു വളരെ പ്രമുഖമായിട്ടുള്ള മൾട്ടിനാഷണൽ IT കമ്പനിയാണ് IBM. IBM-ലെ അവസരം ഒന്ന് സൂചിപ്പിക്കാം. അസോസിയേറ്റ് സിസ്റ്റം എഞ്ചിനീയർ തസ്തികയിലേക്കാണ് IBM ഹയർ ചെയ്യുന്നത്. നമ്മുടെ കൊച്ചി, ബാംഗ്ലൂർ ഒക്കെ ഉൾപ്പെടെയുള്ള ഇന്ത്യയിലെ വിവിധ ലൊക്കേഷനുകളിലേക്കാണ്, മൈസൂറും ഒക്കെ ഉണ്ട് ഹയറിംഗ് നടക്കുന്നത്. കേരള എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. കേരള എന്ന് പറഞ്ഞാൽ കൊച്ചിയിലേക്കാണ്. അപ്പൊ ഇതിന് ആരെയായിരിക്കും ഹയർ ചെയ്യുക, അതിന്റെ ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. ബാച്ചിലേഴ്സ് ഡിഗ്രി പ്രത്യേകിച്ച് ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട്. BTechകാര് അല്ലെ പോസ്റ്റ് ഗ്രാജുവേഷൻ ME, MTech, MCA, MSCക്കാർക്കൊക്കെ ഇതിന് അപേക്ഷിക്കാം. ബ്രാഞ്ചുകൾ CS ബ്രാഞ്ച്, കമ്പ്യൂട്ടർ സയൻസ് റിലേറ്റഡ് ബ്രാഞ്ചുകൾ, AI/ML അല്ലെങ്കിൽ ക്ലൗഡ് കമ്പ്യൂട്ടിങ്, ബിഗ് ഡാറ്റ അനലിറ്റിക്സ്, റോബോട്ടിക്സ്, IoT, AI, സൈബർ സെക്യൂരിറ്റി, ബ്ലോക്ക് ചെയിൻ അങ്ങനെ റിലേറ്റഡ് ആയിട്ടുള്ള ഒക്കെ ഉള്ള എല്ലാ BTech, ME, MTech, MCA, MSCക്കാർക്ക് അപേക്ഷിക്കാം. 6 CGP അല്ലെ 60% മാർക്ക് നേടിയിരിക്കണം. നല്ല കമ്മ്യൂണിക്കേഷൻ സ്കിൽ ഉണ്ടായിരിക്കണം. 2024-ലോ അല്ലെങ്കിൽ 25-ലോ പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കുള്ള അവസരമാണ്. ഇതൊരു എൻട്രി ലെവൽ
ഹയറിംഗ് ആണ് എന്നുള്ള കാര്യം പ്രത്യേകം ഓർക്കുക. പിന്നെ ഇവരിവിടെ സൂചിപ്പിക്കുന്നുണ്ട് പ്രോഗ്രാമിംഗ്, പ്രത്യേകിച്ച് ജാവ, C++, പൈതൺ, Node.js ഒക്കെ അറിഞ്ഞിരിക്കണം, സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് ലൈഫ് സൈക്കിൾ ഒക്കെ അറിഞ്ഞിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതിനെക്കുറിച്ചൊക്കെ ധാരണയുള്ള 24-ലും 25-ലും ഒക്കെ BTech, ME, MTech, MSc, MCAക്കാർക്കൊക്കെ അപേക്ഷിക്കാവുന്ന അവസരമാണ്. അസോസിയേറ്റ് സിസ്റ്റം എഞ്ചിനീയർ ഇന്ത്യയിലെ വിവിധ ലൊക്കേഷനുകളിലേക്കാണ് IBM ഹയർ ചെയ്യുന്നത്. ഇനി നമുക്ക് അടുത്ത അവസരം, ഇത് L&Tയിലെ അവസരമാണ്. L&Tയിലേക്കുള്ള ഒരു ഹയറിംഗ് ഇവിടെ നിങ്ങൾക്ക് കാണാൻ സാധിക്കും. സോഫ്റ്റ്വെയർ എഞ്ചിനീയർ D&DC എന്നാണ് സൂചിപ്പിക്കുന്നത്. ഇതിന് ഇവരിവിടെ ജോബ് ഡിസ്ക്രിപ്ഷൻ നൽകിയിരിക്കുന്നത് ശ്രദ്ധിക്കുക. പ്രോഗ്രാമിംഗ് ലാംഗ്വേജ് C++ ഒക്കെ അറിഞ്ഞിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. എക്സലന്റ് കൺട്രോൾ ഓവർ ഓപ്പറേറ്റിംഗ് സിസ്റ്റം പ്രിൻസിപ്പിൾസ്, പ്രത്യേകിച്ച് ലിനക്സും ഒക്കെ അറിഞ്ഞിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. പിന്നെ എക്സ്പീരിയൻസ് ഇൻ പ്രോഗ്രാമിംഗ് ഇൻ മൾട്ടി ത്രെഡ്, മൾട്ടി പ്രോസസ് എൻവയോൺമെന്റ്, അങ്ങനത്തെ ചില കാര്യങ്ങളൊക്കെ ഉണ്ട്. പ്രൊവിഷൻസി ഇൻ ലിനക്സ്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ സൂചിപ്പിക്കുന്നുണ്ട്. താല്പര്യമുള്ളവർക്ക് ഇത് വായിച്ചു നോക്കുക. നിങ്ങൾക്ക് ഈ സ്കില്ല് ഉണ്ടെന്നുണ്ടെങ്കിൽ, BTechകാരൊക്കെ ആണെങ്കിൽ C++, ലിനക്സും ഒക്കെ അറിയാമെന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഈ L&Tയിലെ അവസരത്തിന് അപേക്ഷിക്കാവുന്നതാണ്. ഇതിന്റെ എല്ലാത്തിൻ്റെയും കൂടുതൽ വിവരങ്ങൾ വീഡിയോ ഡിസ്ക്രിപ്ഷൻ നൽകിയിട്ടുണ്ട്, അല്ലെങ്കിൽ jobspreadsheet.com എന്ന സൈറ്റിൽ പോയാൽ ഡീറ്റെയിൽസ് മനസ്സിലാക്കാം. ഇനി നമുക്ക് റെഞ്ച് സൊല്യൂഷൻ, ഞാൻ പറഞ്ഞു നമ്മുടെ കൊച്ചി സ്പെഷ്യൽ എക്കണോമിക് സോണിലൊക്കെ പ്രവർത്തനമുള്ള റെഞ്ചിലെ ചില അവസരങ്ങളൊന്ന് മനസ്സിലാക്കാം. ഇവരെ ഫങ്ഷണൽ കൺസൾട്ടന്റ്, ഇംപ്ലിമെന്റേഷൻ എഞ്ചിനീയർ, ഈ 2 തസ്തികയിലേക്ക് കൊച്ചി, ചെന്നൈ, ഹരിദ്വാർ ലൊക്കേഷനിലേക്കൊക്കെ ഹയർ ചെയ്യുന്നുണ്ട്. ഫങ്ഷണൽ കൺസൾട്ടന്റ് BTech, സിവിൽ, മെക്കാനിക്കൽ, ഇലക്ട്രോണിക്സുകാർക്കാണ് അപേക്ഷിക്കാവുന്നതെങ്കിൽ ഇംപ്ലിമെന്റേഷൻ എഞ്ചിനീയറായിട്ട് സിവിൽ, മെക്കാനിക്കൽ ഈ 2 ബ്രാഞ്ചുകാർക്ക് അപേക്ഷിക്കാം. എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയിരിക്കണം, 6+ CGPA നേടിയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ BTechന്റെ ഒരുപക്ഷെ റിസൾട്ട് വന്നു കാണത്തില്ല. BTech ഒക്കെ 2026-ന്റെ റിസൾട്ട് വന്നു കാണത്തില്ല. അതുകൊണ്ട് പാസ് ഔട്ട് ആയിട്ടുള്ളവർക്കായിരിക്കും ഇത് കൂടുതൽ അനുയോജ്യം. ഇനി 26-ന്റെ റിസൾട്ട് വന്ന് എല്ലാ പേപ്പേഴ്സും ക്ലിയർ ആയി 6 CGPA ഉള്ളവരാണെങ്കിൽ അവർക്കും അപേക്ഷിക്കുവാനായിട്ട് കഴിയും. BTech, സിവില്, മെക്കാനിക്കല്, ഇലക്ട്രോണിക്സുകാർക്കുള്ള അവസരങ്ങളാണ്. ബാക്കി റോളിന്റെ ഡീറ്റെയിൽസ് ഒക്കെ നൽകുന്നുണ്ട്, താല്പര്യമുള്ളവർക്ക് അത് പരിശോധിക്കാം. നമുക്ക് TCSലേക്കുള്ള ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ കൂടി ഒന്ന് പരിശോധിക്കാം. TCSന്റെ ബിസിനസ് പ്രോസസ് സർവീസസ് BPS ഡിവിഷന് ബാംഗ്ലൂരിലേക്ക് ഒരു വാക്ക് ഇൻ ഇന്റർവ്യൂ വെച്ചിട്ടുണ്ട്. ഫ്രഷേഴ്സിനും 6 മാസത്തിൽ താഴെ എക്സ്പീരിയൻസ് ഉള്ളവർക്കും ഒക്കെ ഇതിൽ പങ്കെടുക്കാം. മാനേജ്മെന്റ് ട്രെയിനി എന്ന തസ്തികയിലേക്കാണ് ഇതൊരു വാക്ക് ഇൻ ഇന്റർവ്യൂ. നിങ്ങൾക്ക് കാണാൻ സാധിക്കും 21-ാം തീയതി മെയിലാണ് ഈ വാക്ക് ഇൻ ഇന്റർവ്യൂ. 8:30-ക്കും 10 AM ഇടയ്ക്കായിട്ട് വാക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. എവിടെയാണ് വാക്ക് ഇൻ ഇന്റർവ്യൂ നടക്കുക? ബാംഗ്ലൂരിലെ വളരെ പ്രമുഖമായിട്ടുള്ള ഒരു കോളേജാണ് MS രാമയ്യ കോളേജ് ഓഫ് ആർട്സ്, സയൻസ് ആൻഡ് കൊമേഴ്സ് എന്നുള്ളത്. എൻ്റെ ഗേറ്റ് നമ്പർ 8 ഡീറ്റെയിൽസ് ഇവിടെ നൽകുന്നുണ്ട്. അവിടേക്ക് വാക്ക് ഇൻ ചെയ്ത് ഈ അവസരങ്ങളിലേക്ക് എത്താം. ഓർക്കുക, ഫുൾ ടൈം പോസ്റ്റ് ഗ്രാജുവേറ്റ്സ് ഫ്രം സ്ട്രീംസ് MBA, സ്പെഷ്യലൈസേഷൻ ഇൻ HR, ബാച്ച് ഓഫ് 2024, 25, 26 എന്നാണ് സൂചിപ്പിക്കുന്നത്. അതായത് 24-ലും 25-ലും 26-ലുമൊക്കെ MBA കഴിഞ്ഞവരും കഴിയാൻ പോകുന്നവർക്കും ഇതിന് അപേക്ഷിക്കാം. സ്പെഷ്യലൈസേഷൻ HR ആയിരിക്കണം എന്ന് സൂചിപ്പിക്കുന്നുണ്ട്. ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ ഇവിടെ നൽകുന്നുണ്ട്. ആപ്റ്റ്യൂഡ് ടെസ്റ്റ്, ഇന്റർവ്യൂവിന്റെ ഒക്കെ അടിസ്ഥാനത്തിലായിരിക്കും സെലക്ഷന്. നിങ്ങൾ നേരിട്ട് വാക്ക് ഇൻ ചെയ്യില്ല, ആദ്യം TCSന്റെ സൈറ്റിൽ പോയിട്ടൊന്ന് രജിസ്റ്റർ ചെയ്യണം. അതിന്റെ ഡീറ്റെയിൽസ് വീഡിയോ ഡിസ്ക്രിപ്ഷനിൽ നൽകുന്നുണ്ട്, താല്പര്യമുള്ളവർ അത് ഒന്ന് പരിശോധിക്കുക. അപ്പോൾ ഏതായാലും ഞാൻ മനസ്സിലാക്കിയ ചില അവസരങ്ങൾ ഷെയർ ചെയ്തു എന്നുള്ളതേ ഉള്ളൂ. നിങ്ങൾ അതാത് വേക്കൻസിയുടെ ഡീറ്റെയിൽസ് വായിച്ച് മനസ്സിലാക്കി എലിജിബിൾ ആണെങ്കിൽ അവിടെ സൂചിച്ചിരിക്കുന്ന പോലെ അപ്ലൈ ചെയ്യുക. ഏതായാലും ഈ ഒരു വീഡിയോ പൂർണ്ണമായിട്ട് കണ്ടതിലുള്ള നന്ദി അറിയിക്കട്ടെ. എല്ലാ ആശംസകളും നേരുന്നു. കൂടുതൽ തൊഴിലവസരങ്ങൾക്കായിട്ട് നമ്മുടെ വാട്സാപ്പ്, വെബ്സൈറ്റ്, ഇൻസ്റ്റാഗ്രാം ഒക്കെ സന്ദർശിക്കാം. അതിൻ്റെയൊക്കെ ലിങ്ക് വീഡിയോ ഡിസ്ക്രിപ്ഷനിലുണ്ട്. അപ്പം നന്ദി, നമസ്കാരം.